മുഖ്യമന്ത്രി വി ഡി സതീശൻ കണ്ടോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കാത്തത് ഇഡിക്ക് സൗകര്യമൊരുക്കി കൊടുക്കാനെന്ന് എം സ്വരാജ് എന്ന് പറഞ്ഞു. കണ്ടോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് മാറിയാൽ പ്രതിപക്ഷ നേതാവിന് വാടക വീട്ടിൽ കഴിയേണ്ടി വരില്ല. കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പിണറായി വിജയന് മാറാൻ സാധിക്കും. അവിടെ കയറി പരിശോധനകൾ നടത്താൻ സാങ്കേതികമായി ഇഡിക്ക് ചില തടസ്സങ്ങൾ നേരിട്ടു എന്ന് വരും. അതുകൊണ്ടാണ് വി ഡി സതീശൻ ആ ഔദ്യോഗിക വസതി വിട്ട് കൊടുക്കാത്തത് എന്ന വിമർശനം ഉണ്ട് എന്നും സ്വരാജ് പറയുന്നു. സ്വരാജിന്റെ വാക്കുകളിലേക്ക്. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ താമസിക്കാത്തത്? എന്തുകൊണ്ടാണ് കണ്ടോൺമെന്റ് ഹൗസ് ഒഴിയാത്തത്? ക്ലിഫ് ഹൗസ് ഇപ്പോ അറ്റകുറ്റപ്പണി നടക്കുകയാണത്രേ. മലയാള മനോരമ ചാർത്തിക്കൊടുത്ത പുതിയ പേരാണ് അറ്റകുറ്റപ്പണി. ഇതുവരെ മോടി പിടിപ്പിക്കൽ എന്നായി. ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള പരിശോധന രായ്ക്ക് രാമാനം നടത്താൻ കണ്ടോൺമെന്റ് ഹൗസ് പോലെ ക്ലിഫ് ഹൗസ് പോലെ പരിരക്ഷയുള്ള ഇടങ്ങളിൽ ചില പ്രയാസങ്ങൾ നേരിടാനിടയുണ്ട്. അതുകൊണ്ട് കണ്ടോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കാതെ കുറച്ചു നാൾ കൂടി വാടകയ്ക്ക് തന്നെ താമസിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ അന്വേഷണ ഏജൻസികൾ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിനുള്ള നാടകം കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന വിമർശനം, എന്ന ആരോപണം സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. ജോയ്മോൻ ജോസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോയ്മോൻ, സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇപ്പോൾ 10 ദിവസത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയായിട്ടും പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ കണ്ടോൺമെന്റ് ഹൗസിൽ നിന്നും ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രി താമസം മാറിയിട്ടില്ല. പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനാണെങ്കിൽ വാടക വീട്ടിലാണ് തുടരുന്നത്. അപ്പോൾ ഈ ക്ലിഫ് ഹൗസിലോട്ട് മുഖ്യമന്ത്രി മാറിയാൽ മാത്രമേ പ്രതിപക്ഷ നേതാവിന് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് താമസിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് മാറി താമസിക്കാത്തത് എന്നുള്ളത്? അവിടെ ഈ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ സ്വരാജ് പറയുന്നത് മോടി പിടിപ്പിക്കുക എന്നുള്ള മുൻ സർക്കാരിൻ്റെ ഭാഷ്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിലും വിമർശനമാണ് ഉയർത്തുന്നത്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടി സ്വരാജ് വിമർശനം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത് ഈ മുഖ്യമന്ത്രി അങ്ങോട്ട് മാറാത്തത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. സ്വരാജിന്റെ വിമർശനം ഏത് രീതിയിലാണ്? സ്വാതി, തീർച്ചയായും ഇന്ന് കൊച്ചി കാക്കനാട് നടന്ന പ്രതിഷേധ യോഗത്തിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അതുപോലെ ഇ ഡി നടത്തിയ റെയ്ഡിനെതിരെയും സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയായ എം സ്വരാജ് വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇദ്ദേഹം എടുത്തു പറയുന്ന കാര്യം ഈ കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രി മാറാത്തതിനെ പറ്റിയാണ്. അതായത് നമുക്കറിയാം, മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് ഈ ഭരണം മുഖ്യമന്ത്രി അധികാരമേറ്റതിനു ശേഷമായാലും ഇത്രയും നാളുകളായിട്ട് വി ഡി സതീശൻ അങ്ങോട്ടേക്ക് മാറിയിട്ടില്ല. അതിന് മാറാത്തതിന് കാരണമായി സ്വരാജ് ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വേട്ടയാടലുകൾക്കുള്ള അവസരം നഷ്ടമാകും. അതായത് കണ്ടോൺമെന്റ് ഹൗസിൽ കയറി ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നതിന് ഇഡിക്ക് സ്വാഭാവികമായ വിലക്കുകളും അല്ലെങ്കിൽ ചില നൂലാമാലകളൊക്കെ ഉണ്ട്. അത് താണ്ടി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ നീക്കം അല്ലെങ്കിൽ ഈ കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് മാറാൻ ഈ വി ഡി സതീശൻ വൈകുന്നത് അല്ലെങ്കിൽ വൈകിപ്പിക്കുന്ന എന്നൊരു വലിയ രൂക്ഷമായ അല്ലെങ്കിൽ ഗുരുതര ആരോപണമാണ് എം സ്വരാജ് മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ആയാലും കുറച്ച് ദിവസം മുമ്പ് ഈ ഭരണം കിട്ടി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇത്തരത്തിൽ മന്ത്രിമന്ദിരങ്ങളും അതുപോലെ തന്നെ ക്ലിഫ് ഹൗസും അടക്കം മോടി പിടിപ്പിക്കാനായിട്ട് വലിയൊരു തുക അനുവദിച്ചിരുന്നു. ഇത്തരത്തിൽ അത് അറ്റകുറ്റപ്പണി എന്നൊരു പേരാണ് ഇത്തരത്തിൽ മോടി പിടിപ്പിക്കൽ നൽകിയിരിക്കുന്നത്. അതിനും വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നത്. ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി ആവശ്യമില്ലാത്ത അനാവശ്യമായ മോഡികൾ അല്ലെങ്കിൽ ആർഭാടങ്ങളൊന്നും വേണ്ട എന്ന് പറയുകയും, പക്ഷേ ഇത്തരത്തിൽ ലക്ഷങ്ങൾ ഇത്തരത്തിൽ സർക്കാരിൻ്റെ തുകയായ ലക്ഷങ്ങൾ ഇത്തരത്തിൽ അനുവദിച്ച് നൽകുന്നതൊക്കെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത് നടന്ന യോഗത്തിലാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യം ഇ ഡി നടത്തിയ റെയ്ഡിലാണ്. ഇന്നലെ ഇ ഡി നടത്തിയ റെയ്ഡിൽ പിണറായി വിജയൻ്റെ കണ്ണൂരിലെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെയും വാടക വീട്ടിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തിയിരുന്നു. പക്ഷേ ഈ നടത്തിയ റെയ്ഡുകളിലൊന്നും യാതൊന്നും കണ്ടെത്താൻ ഇ ഡിക്ക് സാധിച്ചിരുന്നില്ല. നമുക്ക് വെറും കൈയോടുകൂടി ഇ ഡി മടങ്ങേണ്ടി വരുന്നു. ഇതിനെതിരെ ഉണ്ടായ സംഘർഷ സാധ്യതകളെ അല്ലെങ്കിൽ ഇതിനിടെ CPM പ്രവർത്തകർ ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനം അടക്കം അടിച്ചു നശിപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇത്തരത്തിൽ നടത്തിയ ആക്രമണങ്ങളെ എല്ലാം തന്നെ ന്യായീകരിക്കുക കൂടി സ്വരാജ് ചെയ്തിരുന്നു. അതായത് ചില പ്രവർത്തകർ, അതായത് നെറികേട് കണ്ടപ്പോൾ CPM പ്രവർത്തകർ പ്രതികരിക്കുകയാണ് ചെയ്തത്. അതിനെ ആക്രമണം എന്ന് പറയാൻ പാടില്ല. ചില ആളുകൾ നിയന്ത്രണം വിട്ട് പെരുമാറിയിട്ടുണ്ടാവാം. പക്ഷേ അതൊന്നും ഇത്തരത്തിൽ ആക്രമണമായി കരുതരുത് അല്ലെങ്കിൽ ആക്രമണമായി വിശദീകരിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സ്വരാജ് പറഞ്ഞു വെക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇന്നലെ നടന്ന റെയ്ഡിന് ശേഷം ഗുരുതര ആരോപണങ്ങൾ ഇത്തരത്തിൽ കോൺഗ്രസിനുമെതിരെ എം സ്വരാജ് ഉന്നയിക്കുന്നുണ്ട്. അതായത് പല മുൻ
ആസാം അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പല കോൺഗ്രസ് നേതാക്കളിൽ കോൺഗ്രസിന്റെ മുഖമായിരുന്ന പല നേതാക്കളും ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലുകൾക്ക് പിന്നാലെ BJP പാളയത്തിൽ എത്തുകയുണ്ടായി. അതിന് പക്ഷേ അത്തരത്തിലുള്ള വേട്ടയാടലുകളും അല്ലെങ്കിൽ ഭീഷണികളൊന്നും CPM-നോടും അല്ലെങ്കിൽ പിണറായി വിജയനോടും നടക്കുകയില്ല. എന്ത് വേട്ടയാടൽ ഉണ്ടായാലും ഉറച്ചു നിൽക്കും, തലയുയർത്തിപ്പിടിച്ച് അതിനെ നേരിടും എന്ന് തന്നെ. അല്ലാണ്ട് ഇത്തരത്തിൽ ഈ ഭീഷണികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ അന്വേഷണം ഉണ്ടായാൽ BJP പാളയത്തിലേക്ക് എത്തുന്നവരല്ല CPM അതുപോലെ തന്നെ പിണറായി വിജയനും എന്ന് എം സ്വരാജ് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നടന്ന ആക്രമണങ്ങളൊക്കെ പരക്കെ ന്യായീകരിക്കുന്നതിനോടൊപ്പം VD സതീശനെതിരെ ഗുരുതര രൂക്ഷമായ വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ ED-യെ വിട്ടയച്ച് അല്ലെങ്കിൽ ED-യെ ഇത്തരത്തിലുള്ള ED-യുടെ നീക്കത്തിനൊക്കെ പിന്നിൽ നിന്ന് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നവർക്ക് അറിഞ്ഞുകൊള്ളുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്ര തുടർന്നാലും ഈ നിലപാടുകൾ പറയുകയും ചെയ്യും, അതുപോലെ തന്നെ ഉറച്ചിതിനെയൊക്കെ നേരിടുകയും ചെയ്യും എന്ന് തന്നെയാണ് എം സ്വരാജ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം ഈ ED നടത്തിയ റെയ്ഡിലാണ്. ഈ ED നടത്തിയ റെയ്ഡിൽ യാതൊരുവിധ തെളിവുകൾ, അതായത് ഇത് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആകെ ലഭിച്ചത് ബാങ്കിന്റെ പാസ്ബുക്കുകൾ മാത്രമാണ്. ഇത്തരം മണിക്കൂറുകൾ, അതായത് ഏകദേശം 6 മണിക്കൂറോളം നീണ്ട പരിശോധനയിൽ പലയിടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ആ ഒരു വിമർശനം അല്ലെങ്കിൽ ഇത്തരം നടത്തിയ ഈ ED-യുടെ നീക്കം ഈ പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ VD സതീശനും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നടന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു റെയ്ഡ് ഉണ്ടാകുന്നത്. അതിനെതിരെയും ഒരു BJP അതുപോലെ തന്നെ UDF ഡീൽ കൂടി എം സ്വരാജ് ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഗുരുതര ആരോപണങ്ങളാണ് ഇന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ED-യുടെ നീക്കങ്ങൾ എന്ത് തന്നെയായാലും വരും ദിവസങ്ങളിൽ അതുമായി മുന്നോട്ട് പോയാൽ തന്നെയാലും ശക്തമായി നേരിടാൻ തന്നെയാണ് CPM-ന്റെയും അതുപോലെ ഇടതുപക്ഷത്തിൻ്റെയും തീരുമാനം എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വളരെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടായിരുന്നു എം സ്വരാജിന്റെ പരാമർശം. സ്വാതി.